എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട സിമ്പിൾ പ്രോബ്ലംസ് ചെയ്തു കഴിഞ്ഞു അല്ലേ? ഇന്ന് അതിൻ്റെ തുടർന്നുള്ള ക്ലാസ്സാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഫ്രിക്ഷൻ പാർട്ട് 5. ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതുപോലെ എക്സ്പ്ലെയിൻ ആംഗിൾ ഓഫ് റീപോസ്. ആൻഡ് തേർഡ് വൺ, ലിസ്റ്റ് ഔട്ട് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ? അപ്പോൾ ഈ ഒരു കാര്യം പരിചയപ്പെടുന്നതിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പരിചയപ്പെട്ട ഫിഗർ, അതായത് ആ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമ്പിൾ തന്നെ എടുത്തത്. എന്താണ്? ഒരു ടേബിളിന് മുകളിൽ ഒരു വെയിറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ ഫിഗർ. ആ വെയിറ്റ് വെച്ചതിൻ്റെ ഫലമായിട്ട് അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ആ ഫോഴ്സസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഫോഴ്സസ്? വെയിറ്റ് W നേരെ താഴേക്ക്, അതിന് ഓപ്പോസിറ്റ് എന്തുണ്ടാവും? നോർമൽ റിയാക്ഷൻ R. അതുപോലെ P എന്ന് പറയുന്നത് ആ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ്. അതിന് ഓപ്പോസിറ്റായിട്ട് എന്തുണ്ടാവും? ഫ്രിക്ഷണൽ ഫോഴ്സ് F. ഞാൻ ആ ഫോഴ്സസുകളെ മാത്രം ഒന്ന് വീണ്ടും തൊട്ടപ്പുറത്തെ ഫിഗറിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഫോഴ്സസുകളെ മാത്രം. ഓക്കെ, അപ്പോൾ F കാണാം, P എന്ന് പറയുന്ന ഫോഴ്സ് കാണാം, W എന്ന് പറയുന്നത് താഴേക്ക്, അതുപോലെ നോർമൽ റിയാക്ഷൻ Rലേക്ക്. ഇനി ഈ ഫോഴ്സസിൽ രണ്ട് ഫോഴ്സ് മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ തൽക്കാലം മീറ്റിംഗ് പോയിൻ്റ്, അതായത് ഫോഴ്സസുകളെല്ലാം മീറ്റ് ചെയ്യുന്ന സെൻറ്റർ പോയിൻ്റ് തൽക്കാലം O എന്ന് ഞാൻ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് തൽക്കാലം ആവശ്യത്തിനേക്ക് വേണ്ടി O എന്ന് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലെ രണ്ട് ഫോഴ്സസ് മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. ഫ്രിക്ഷണൽ ഫോഴ്സ് Fഉം അതുപോലെ നോർമൽ റിയാക്ഷൻ Rഉം. ഓക്കെ, ബാക്കി എല്ലാ ഫോഴ്സസും അവിടെ ഉണ്ടായിക്കോട്ടെ. തൽക്കാലം നിങ്ങളുടെ മനസ്സിൽ ആ പിക്ചർ മാത്രം, ഫ്രിക്ഷണൽ ഫോഴ്സ് Fഉം നോർമൽ റിയാക്ഷൻ Rഉം. അപ്പോഴൊന്ന് നോക്കിയേ, ആ രണ്ട് ഫോഴ്സസും തമ്മിലുള്ള ആംഗിൾ എത്രയാ? 90 ഡിഗ്രിയാണല്ലേ? അപ്പോൾ ഈ രണ്ട് ഫോഴ്സസുകൾ തമ്മിലുള്ള റിസൾട്ടൻ്റ് ഫോഴ്സ് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. എന്താണ് റിസൾട്ടൻ്റ് ഫോഴ്സ്? അതായത് രണ്ട് ഫോഴ്സുകളും ഒരുമിച്ച് ആക്ട് ചെയ്യുമ്പോൾ അതിന് ഇൻ എഫക്റ്റ് ആ ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്തായിരിക്കും? അതിൻ്റെ പരിണിത ഫലമായിട്ട് വരുന്ന ഫോഴ്സ് ഏത് ദിശയിലായിരിക്കും? അതാണ് റിസൾട്ടൻ്റ് ഫോഴ്സ്. അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ആ F എന്ന് പറയുന്ന ഫോഴ്സും R എന്ന് പറയുന്ന ഫോഴ്സസും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിൻ്റ് എവിടെയാണ്? O എന്ന് പറയുന്ന പോയിൻ്റാണല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളൊരു കല്ല് കഷ്ണം എടുക്കാം. എന്നിട്ട് അതിൽ രണ്ട് ചരടുകൾ കെട്ടിയിട്ടുണ്ട്. രണ്ട് ചരടുകൾ എന്ന് പറഞ്ഞാൽ ഒരു കല്ല് കഷ്ണത്തിൻ്റെ മുകളിൽ രണ്ട് റോപ്പുകളുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? അതിലൊരു റോപ്പ് F എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരാൾ നിൽക്കുക, മറ്റൊരു റോപ്പ് എന്ത് ചെയ്യുക? R എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് നിൽക്കുക. കല്ലിൻ്റെ പൊസിഷൻ എവിടെയാണ്? O എന്ന് പറയുന്നതാണ് കല്ലിൻ്റെ പൊസിഷൻ. ഇനി എന്ത് ചെയ്യുക? Fൽ നിൽക്കുന്ന ആളും Rൽ നിൽക്കുന്ന ആളും, ആ രണ്ട് പൊസിഷനിൽ നിൽക്കുന്ന ആളും അവരവരുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ കല്ല് കഷ്ണത്തെ വലിക്കുന്നു റോപ്പിലൂടെ. അപ്പോഴെന്ത് സംഭവിക്കും? ഒരേ സമയത്താണ് രണ്ടുപേരും ഈ ഫോഴ്സസ് കൊടുക്കുന്നത്. അപ്പോൾ കല്ല് ഏത് ദിശയിലേക്ക് പോകും? എന്തായാലും Fൻ്റെ ദിശയിലേക്ക് പോകില്ല, Rൻ്റെ ദിശയിലും പോകില്ല. അതിനിടയിലുള്ള ഒരു ദിശയിലേക്കാണ് പോകുക. അത് തന്നെയാണ് ഈ Fൻ്റെയും Rൻ്റെയും റിസൾട്ടൻ്റ് ഫോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും പോകുന്നത്? ഇതുപോലെ പോകും അല്ലേ? അപ്പോഴെന്താണ്? Fഉം Rഉം ആക്ട് ചെയ്യുന്നത് O എന്ന് പറയുന്ന പോയിൻ്റിലാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് Oയിൽ നിന്ന് Fനും Rനും ഇടയിലൂടെയുള്ള ഒരു ഡയറക്ഷനിലായിരിക്കും. അതെത്രമാത്രം ഏത് ഡയറക്ഷനിൽ നിന്നുള്ളത്? Fൻ്റെയും Rൻ്റെയും വാല്യൂ, അതിൻ്റെ എത്രയാണോ വാല്യൂ അതിനനുസരിച്ച് മാറി മറിഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ S എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് ഫോഴ്സ് ബിറ്റ്വീൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള റിസൾട്ടൻ്റ് ഫോഴ്സാണ് S. ഓക്കെ, അങ്ങനെയെങ്കിൽ അവിടെ ആ S എന്ന് പറയുന്ന ഫോഴ്സും നോർമൽ റിയാക്ഷനും തമ്മിൽ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് അവിടെ വന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ മാർക്ക് തൽക്കാലം അത് തീറ്റ എന്ന് വിചാരിക്കുക. തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ. ഓക്കെ, ആ കാണിച്ചിരിക്കുന്നത് ഒരു ആംഗിളാണ്. അതിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ മാർക്കിൽ കാണുന്നത് തൽക്കാലം തീറ്റ എന്ന് വിചാരിക്കുക. അപ്പോൾ എസ്സും
ആറും തമ്മിലുള്ള ആംഗിൾ, റിസൾട്ടൻ്റ് ഫോഴ്സ് ബിറ്റ്വീൻ നോർമൽ റിയാക്ഷൻ ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സും അതുപോലെ നോർമൽ റിയാക്ഷനും തമ്മിലുള്ള ആംഗിളാണ് എന്ത് അവിടെ കാണുന്ന ഒരു ആംഗിൾ. ഓക്കെ, ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ എങ്ങനെ പറയാം? ആംഗിൾ ബിറ്റ്വീൻ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആർ ആൻഡ് റിസൾട്ടൻ്റ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത്? എസ്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എസ് ആണെന്ത്? ഫ്രിക്ഷണൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ റിയാക്ഷൻ ആൻഡ് എസ്. എസ് എന്ന് പറയുന്നത് എന്താണ്? റിസൾട്ടൻ്റ് ഫോഴ്സ് ബിറ്റ്വീൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ. ഓക്കെ, ഇനി തൽക്കാലം ഒരു കാര്യം കൂടി ഞാൻ അവിടെ പരിചയപ്പെടുത്താണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നിങ്ങൾ തൽക്കാലം ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. കാണുന്നുണ്ടല്ലോ, ഞാൻ അവിടെ വരച്ചിരിക്കുന്ന ആ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യുക. ഞാൻ തൽക്കാലം അത് ഒന്ന് സെപ്പറേറ്റ് ഡ്രോയിങ് ചെയ്തിട്ട് കാണിക്കാം. ഇതാണ് ആ ട്രയാങ്കിൾ എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ ഒ എന്ന് പറയുന്ന പോയിൻ്റ് ഫിഗറിൽ കാണുന്നുണ്ട്, എസ് എന്ന് പറയുന്ന പോയിൻ്റ്, അതായത് ഒയിൽ നിന്ന് എസ്സിലേക്കുള്ളത് എസ് എന്ന് പറയുന്ന ഫോഴ്സും ഒയിൽ നിന്ന് ആറിലേക്കുള്ളത് എന്തായിരിക്കും? ആർ എന്ന് പറയുന്ന ഫോഴ്സ്. അതുപോലെ തന്നെ മുകളിലുള്ള ഈ എസ്സിൽ നിന്ന് ആറിലേക്കുള്ള ഈ ലൈൻ അതേതായിരിക്കും? എഫിന് കറസ്പോണ്ടിങ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടല്ലോ? അതായത് എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് എസ്സിൽ നിന്ന് ആറിലേക്കുള്ള അകലം, അതുപോലെ തന്നെ ഒയിൽ നിന്ന് ആറിലേക്കുള്ള ഇതെന്തായിരിക്കും? ഈ റിയാക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഒയിൽ നിന്ന് എസ്സിലേക്കുള്ള ഈ ലൈൻ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഇവിടെ കാണുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മട്ട ത്രികോണം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ പറ്റി. ഓക്കെ, ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ആംഗിൾ, അതായത് ഒ എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? നമ്മളവിടെ കാണിച്ചിരിക്കുന്ന അതേ ആംഗിളായിരിക്കും. തീറ്റ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ കാണുന്നു. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കാണുന്നത് തീറ്റ എന്ന് വായിക്കാം. ഓക്കെ, അപ്പോൾ അതൊരു ആംഗിളാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ടാൻ തീറ്റ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എതിർവശം ഡിവൈഡ് ബൈ സമീപവശം. എതിർവശം എന്താണ്? എസ് ആർ ആണ് അല്ലേ? ആ എസ് ആർ എന്ന് പറയുന്നതിന് ഈക്വലായിട്ട് ഞാൻ ഏതെടുക്കാൻ പറഞ്ഞു? താഴെ കാണുന്ന എഫ്. ഓക്കെ, ആ ഡയഗ്രത്തിൽ കാണുന്ന എഫ് എന്ന് പറയുന്ന ഫോഴ്സ്. അതുപോലെ ഒ ആർ എന്ന് പറയുന്നത് എന്താണ്? സമീപവശമാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? നമുക്ക് നോർമൽ റിയാക്ഷൻ ആറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു, അവിടെ ക്വസ്റ്റ്യൻ മാർക്കുള്ളത് തീറ്റ എന്ന് വായിക്കുക. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ ആർ. ഓക്കെ, അവിടെ ഒരു ഇക്വേഷൻ വരുന്നുണ്ട്, എഫ് ഡിവൈഡ് ബൈ ആർ. ഓക്കെ, അപ്പോൾ എഫ് ഡിവൈഡ് ബൈ ആർ എന്നുള്ളത് ഡിസ്പ്ലേയിൽ കാണുന്നില്ല, അത് തൽക്കാലം നിങ്ങളങ്ങനെ വായിക്കണം. എഫ് ഡിവൈഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു മ്യൂ. എഫ് ഡിവൈഡ് ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിവൈഡ് ബൈ നോർമൽ റിയാക്ഷനാണ്, ഇന്നലെ പഠിച്ച കാര്യമാണ്. അപ്പോൾ അത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ആണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ടാൻ ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ടാൻ ഓഫ് അല്ലെങ്കിൽ ടാൻജൻറ്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ആംഗിൾ ഓഫ് റീപോസ്. ആംഗിൾ ഓഫ് റീപോസ് എന്താണെന്ന് അറിയുന്നതിന് നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇതുപോലൊരു പ്രതലം എടുക്കുക, അതായത് ഒരു സ്ലാൻഡഡ് സർഫസ് അല്ലെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ. നമുക്ക് സാധാരണ അനുഭവമുള്ള കാര്യം തന്നെയാണ്. എന്താണ്? ഒരു ചെരിഞ്ഞ പ്രതലത്തിലൊക്കെ ബോഡിയൊക്കെ അല്ലെങ്കിൽ എന്തും വസ്തുക്കളൊക്കെ വെക്കാറുണ്ട് അല്ലേ? ഹൊറിസോണ്ടൽ അല്ലാത്ത. അപ്പോൾ ആ താഴെ കാണുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ബേസ് ലൈനും മുകളിൽ കാണുന്ന ലൈൻ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ലൈനുമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അവ തമ്മിൽ ആ വസ്തു അല്ലെങ്കിൽ ആ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ മുകളിൽ ഞാനൊരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്. കാണുന്നുണ്ടല്ലോ, ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ഒരു ആംഗിൾ അവിടെ കാണുന്നുണ്ടല്ലോ. അതായത് ആ പറയുന്ന സ്ലാൻഡ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ലൈനും ഹൊറിസോണ്ടൽ ലൈനും തമ്മിലുള്ള അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനും തമ്മിലുള്ള ആംഗിൾ, അതാണ് അവിടെ ഫൈ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ആംഗിളിനെ നമുക്ക് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയാം. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, ഇൻക്ലൈൻഡ് എത്രയാണോ ഇൻക്ലൈൻഡ് അതിനനുസരിച്ച് അവിടെ വാല്യൂ വരും. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എങ്ങനെ പറയാം? ആംഗിൾ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ശരിയല്ലേ? ആ ഫിഗറിൽ കാണുന്നുണ്ട്. ഓക്കെ,
ഇനി എന്ത് ചെയ്യുക, നമ്മൾ പഴയ കാര്യങ്ങൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ആ ബോഡിയുടെ മുകളിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. കാണുന്നുണ്ടല്ലോ, ഒരു പി എന്ന് പറയുന്ന ഫോഴ്സ് ഞാൻ മുകളിലേക്ക് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ഉണ്ടെന്നുണ്ടാവും, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അതവിടെ എഫ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം എഫ് എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ ഒരു ഫോഴ്സ് കൂടി അവിടെ ഡെവലപ്പ് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള റിയാക്ഷൻ, നോർമൽ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ കാണുന്നുണ്ട്. അവിടെ ഞാനവിടെ ഡ്രോയിങ്ങിൽ ചെയ്തിട്ടില്ല. വെയിറ്റ് എന്ന് പറയുന്നത് നേരെ താഴേക്കാണ്, ഇതുപോലെയാണ് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് തൽക്കാലം ഈ ഒരു ഭാഗത്ത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനതോടെ മാർക്ക് ചെയ്യാതിരുന്നത്. അപ്പോൾ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കുന്ന സർഫസിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സ്. ഇനി നമ്മൾ തൊട്ട് മുന്നിൽ പഠിച്ച കാര്യം വീണ്ടും ഒന്നെടുക്കാം. നോർമൽ റിയാക്ഷനും ഫ്രിക്ഷണൽ ഫോഴ്സും തമ്മിലുള്ള റിസൾട്ടൻ്റ് ഫോഴ്സാണ് എസ് എന്നുള്ള അവിടെ കാണിച്ചിരിക്കുന്ന റെഡ് ലൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ നേരത്തെ പഠിച്ച ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ മാർക്ക് ചെയ്തൂടെ? കാണുന്നുണ്ടല്ലോ, റിസൾട്ടൻ്റ് ഫോഴ്സും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ഇവിടെ രണ്ട് ആംഗിളുകൾ കാണാൻ പറ്റി. ഒന്ന് ആദ്യം പറഞ്ഞ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ഓക്കെ, അതുപോലെ രണ്ടാമത്തത് ആ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് യെല്ലോ കളറിൽ കാണുന്ന ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. അപ്പോൾ ഇത് തമ്മിൽ നമുക്കൊരു കണക്ഷനുണ്ട്. അതായത് നിങ്ങൾ ഈ വസ്തു ചെരിഞ്ഞ സർഫസിനാണല്ലോ വെച്ചത്. അപ്പോൾ നമുക്കറിയാം ചില സമയങ്ങളിൽ ചെരിഞ്ഞ പ്രതലത്തിലൊരു വസ്തു വെച്ചാലും താഴേക്ക് പതിക്കാറില്ല, അല്ലെങ്കിൽ താഴേക്ക് വീഴാറില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ പതുക്കെ അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ പതുക്കെ കൂട്ടുക. അതായത് ആ ഫൈ എന്ന് പറയുന്ന വാല്യൂ സപ്പോസ് ഒരു 20 ഡിഗ്രിയാണ് ആദ്യം, വസ്തു വീഴുന്നില്ല. വീണ്ടും നിങ്ങൾ കൂട്ടി ഒരു 25 എത്തി, വീഴുന്നില്ല. 30 ഡിഗ്രി എത്തി, വീഴുന്നില്ല. ഓക്കെ, പിന്നെ വീണ്ടും കുറച്ച് കൂട്ടിയപ്പോഴാണ് അത് വീഴാൻ തുടങ്ങിയതെന്ന് വിചാരിക്കുക. അപ്പോഴെന്താണ് സംഭവിക്കുന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഒരു 10 ഡിഗ്രിയിൽ നിന്ന് തുടങ്ങുന്നു. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 10 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, മുകളിൽ യെല്ലോ കളറിൽ കാണുന്ന ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 40 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എത്രയാണ്? 40 ഡിഗ്രി. ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 10. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഇൻക്ലിനേഷൻ കൂട്ടി നിങ്ങൾ വരികയാണ്. 10 ഡിഗ്രി എന്നുള്ള 20 ആക്കി, 30 ആക്കി. അങ്ങനെ നിങ്ങൾ 30 ആയാലും ശരി, എവിടം വരെ നിങ്ങൾ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ കൂട്ടാം? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ എത്രയാണോ അതുവരെ നിങ്ങൾക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ വസ്തു താഴേക്ക് പതിക്കില്ല. അപ്പോൾ ഇൻക്ലിനേഷൻ എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്? 40 ഡിഗ്രിയാണ് അല്ലേ? അപ്പം 40 ഡിഗ്രി വരെ നിങ്ങൾ പോയി കഴിഞ്ഞാലും ആ വസ്തു താഴേക്ക് പതിക്കില്ല. 41 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താ? ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആംഗിൾ ഓഫ് ഫ്രിക്ഷനേക്കാൾ കൂടുതലായി. ഓക്കെ, പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അവിടെ നമുക്കൊരു പോയിൻറ്റും കൂടി പറയാം. നോക്കുക, എ ബോഡി പ്ലേസ്ഡ് ഓൺ ഇൻക്ലൈൻഡ് സർഫസ് റിമെയിൻസ് അറ്റ് റെസ്റ്റ് ടിൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഈക്വൽ ടു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഞാനിപ്പോൾ പറഞ്ഞ പോയിൻറ്റ്, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ഈക്വൽ ആവുന്നത് വരെ ആ ബോഡി റെസ്റ്റിലായിരിക്കും. ആ ബോഡിക്ക് ഒരു രീതിയിലും ചലനം സംഭവിക്കില്ല. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനാണ് നമ്മൾ കൂട്ടി വരുന്നത്. അത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആവുന്നത് വരെയും എന്ത് ചെയ്യില്ല? ഒരിക്കലും ചലിക്കില്ല. അതേസമയം ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ലെസ് ദാൻ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എപ്പോഴാണോ ആംഗിൾ ഓഫ് ഫ്രിക്ഷനേക്കാൾ കൂടുതൽ വരുന്നത്, അപ്പോൾ ആ ബ്ലൂവിൽ അല്ലെങ്കിൽ ആ കളറിൽ കാണിച്ചിരിക്കുന്ന ഫൈ എന്ന് പറയുന്ന ആംഗിള്, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 40 ഡിഗ്രി വരെ എന്തില്ല, അത് ചലിക്കില്ല. 41 ആയിക്കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ 40 ആയിരുന്നല്ലോ, അതിനേക്കാൾ കൂടി. അപ്പോഴെന്ത് സംഭവിക്കും? ബോഡി സ്റ്റാർട്ട്സ് സ്ലൈഡിങ് ഡൗൺവേർഡ്, അല്ലെങ്കിൽ താഴേക്ക് പതിക്കാൻ തുടങ്ങും. ആ ആംഗിളിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് റീപോസ്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ആംഗിൾ ഓഫ് റീപോസ് നമുക്ക് ഡയഗ്രത്തിൽ കാണിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ എന്ത് സംഭവിക്കുന്ന, ഈ പ്രാക്ടിക്കൽ വർക്കിലൂടെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ്റെ ഒരു പെർട്ടിക്കുലർ വാല്യൂ, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിലെ ഒരു പെർട്ടിക്കുലർ വാല്യൂ, ആ വാല്യൂവിന് പ്രത്യേകതയുണ്ട്. ബോഡി ജസ്റ്റ് സ്റ്റാർട്ട് ഡൗൺവേർഡ്സ്, ബോഡി സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്ന ആ ആംഗിൾ,
ഓക്കെ, ആ സമയത്തുള്ള ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, ആ സമയത്തുള്ള വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് റീപോസ്. ഓക്കെ, അപ്പോൾ കൂടുതൽ വിശദീകരിച്ചതിൻ്റെ കാര്യം കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പിന്നീട് ചോദിക്കുക. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് റീപോസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. നമുക്കറിയാം ഫ്രിക്ഷൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എത്തുന്നുണ്ടാവും. ഇവിടെ കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്ത കുറച്ച് എക്സാമ്പിൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് കൂടാതെ നിങ്ങൾക്ക് മനസ്സിലെത്തുന്നതെല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഞാൻ കുറച്ച് അഡ്വാൻറ്റേജസ് ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റ് വൺ, ഫ്രിക്ഷൻ ഹെൽപ്സ് അസ് ടു വാക്ക് വിത്തൗട്ട് സ്ലിപ്പിംഗ്. അതായത് നമുക്ക് സാധാരണ ഈ റോഡിലൂടെ ആയാലും ഏതെങ്കിലും സർഫസിലൂടെ നമുക്ക് വീഴാതെ സ്ലിപ്പ് ചെയ്യാതെ നടക്കാൻ കാരണം എന്താണ്? നമ്മുടെ ചെരുപ്പും അതുപോലെ നമ്മുടെ സർഫസും തമ്മിലുള്ള ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ യൂസ്ഡ് ടു സ്റ്റോപ്പ് വെഹിക്കിൾ വെൻ ബ്രേക്ക് അപ്ലൈഡ്. നമ്മൾ വാഹനങ്ങളിൽ പോകുമ്പം ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം വെഹിക്കിളൊക്കെ സ്റ്റോപ്പ് ചെയ്യാറുണ്ടല്ലോ, അതെല്ലാം എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ്റെ കാരണം മൂലമാണ്. അതുപോലെ മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിൾസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ റിവോൾവിംഗ് വീൽ വിത്ത് ടയർ ആൻഡ് റോഡ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ, വാഹനങ്ങളൊക്കെ റോഡിലൂടെ പോകുന്നത് ടയറും അതുപോലെ തന്നെ റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ നിമിത്തമാണ് അതൊക്കെ സംഭവിക്കുന്നത്. കുറച്ച് എക്സാമ്പിൾ പറയുന്നില്ല. അതുപോലെ പവർ ട്രാൻസ്മിഷൻ യൂസിങ് ഗിയർ ഡ്രൈവ്, വണ്ടിയിലൊക്കെ ഉപയോഗിക്കുന്ന ഗിയർ ഡ്രൈവ് ഓർ ബെൽറ്റ് പുള്ളി സിസ്റ്റം. നിങ്ങൾ സാധാരണ എന്തെങ്കിലും മില്ലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ബെൽറ്റ് പുള്ളി സിസ്റ്റമൊക്കെ കാണാം. ഓക്കെ, അതെല്ലാം ഏതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്? ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജ്. അതുപോലെ നെയിൽസ് ആൻഡ് സ്ക്രൂസ് ആർ ഹെൽഡ് ഇൻ വുഡ് ബൈ ഫ്രിക്ഷൻ. അതുപോലെ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ ടു റഫ് സർഫസ് ആർ റബ്ഡ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ. നമുക്കറിയാവുന്ന കാര്യമാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ട് റഫ് സർഫസുകൾ തമ്മിൽ ഉരസുന്ന സമയത്ത് ഹീറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഫ്രിക്ഷൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം ഫ്രിക്ഷൻ നമുക്ക് അത്യാവശ്യമാണെങ്കിലും ചില സമയങ്ങളിൽ നമുക്കത് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇറ്റ് കോസസ് വിയർ ആൻഡ് ടിയർ ഓഫ് മിഷൻ പാർട്സ്. നമുക്കറിയാവുന്ന കാര്യമാണ് മിഷനിലൊക്കെ എന്താണ് മൂവിങ് പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളാണെങ്കിൽ തമ്മിൽ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളങ്ങ് തേയ്മാനമൊക്കെ സംഭവിക്കാറുണ്ട് മിഷൻ പാർട്സിനൊക്കെ. അതൊരു ഡിസഡ്വാൻറ്റേജാണ്. പക്ഷേ എന്ന് കരുതി നമുക്കത് ഒഴിവാക്കാനും സാധിക്കില്ല. ഓക്കെ, അതുപോലെ ഇറ്റ് പ്രൊഡ്യൂസസ് ഹീറ്റ് ആൻഡ് മേ കോസ് മെൽറ്റിംഗ് ഓഫ് മിഷൻ പാർട്സ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. കാരണം മിഷൻ പാർട്സിലൊക്കെ ബോഡി പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ പാർട്സുകളൊക്കെ എപ്പോഴും ടച്ച് ചെയ്യുന്ന അവസ്ഥ, അതായത് മൂവിങ് പാർട്ടൊക്കെ ടച്ച് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവാം? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. അതിൻ്റെ ഫലമായിട്ട് ഒരുപക്ഷെ മെൽറ്റിംഗ് ഓഫ് മിഷൻ പാർട്സ് ഒന്നുകിൽ ചിലപ്പോൾ മെൽറ്റ് ചെയ്യാനൊക്കെ തുടങ്ങാം. ടു അവോയ്ഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഹീറ്റ് യൂസിങ് കൂളൻ്റ് ഈസ്നെസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കൂളൻ്റായിട്ട് വാട്ടറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലിക്വിഡൊക്കെ എപ്പോഴും ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഫ്രിക്ഷൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ ഇറ്റ് റെഡ്യൂസസ് എഫിഷ്യൻസി ഓഫ് മിഷൻ. ഇപ്പം മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഏത് മിഷനാണോ അതിൻ്റെ എഫിഷ്യൻസീനെ കുറച്ചൊന്ന് ബാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് 100% എഫിഷ്യൻ്റായ ഒരു മിഷൻ ഒരിക്കലും ലഭിക്കാത്തത്. ഓക്കെ, അതുപോലെ അടുത്തത് ഇറ്റ് റെഡ്യൂസസ് സ്പീഡ് ഓഫ് മൂവിങ് പാർട്സ് അല്ലെങ്കിൽ മൂവിങ് ഒബ്ജക്റ്റ് ലൈക്ക് സ്പിൻഡിൽ, ഷാഫ്റ്റ്, പിസ്റ്റൺ. അപ്പോൾ ഷാഫ്റ്റോ അല്ലെങ്കിൽ പിസ്റ്റൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ മൂവ്മെൻ്റ് സ്പീഡ് കുറയാൻ കാരണം ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ബോഡി പാർട്ടുകൾ ടച്ച് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഉള്ളു എന്ന് കരുതി നമുക്കത് ഫ്രിക്ഷൻ ഇല്ലാതിരിക്കാൻ സാധിക്കില്ല. അത് നമുക്ക് അത്യാവശ്യം വേണ്ട ഫ്രിക്ഷൻ വേണം. ഓക്കെ, അപ്പോൾ ഈ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. എങ്കിലും ഫ്രിക്ഷൻ ഒരുപാട് കൂടിക്കഴിഞ്ഞാലും ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് കൂടാനും പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല. അത്തരത്തിലുള്ള രീതിയിൽ ഫ്രിക്ഷൻ നമുക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഫ്രിക്ഷൻ വരുന്ന സ്ഥലത്ത് അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചില മെത്തേഡുകൾ കൂടിയുണ്ട്. അതുകൂടി ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. ഒന്ന്, ലൂബ്രിക്കൻസ്. സ്യൂട്ടബിൾ ലൂബ്രിക്കൻസ്, ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ്, അതൊക്കെ നമ്മൾ ഈ മിഷൻ പാർട്സിലോ അങ്ങനെ മൂവിങ് പാർട്സിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് കുറക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് എല്ലാ മിഷൻ പാർട്സിലും ഗ്രീസ്, ഓയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, നമുക്കതിൻ്റെ ഒരു ചാപ്റ്റർ അടുത്ത ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി പഠിക്കാം. അതുപോലെ ബൈ പോളിഷിങ് ദ സർഫസ് ടു മേക്ക് ദം സ്മൂത്ത്. കണ്ടിട്ടുണ്ടാവുമല്ലോ, വുഡൻ പീസും അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലൊക്കെയുള്ള എല്ലാ തരം വുഡൻ മെറ്റീരിയലും പോളിഷ് ചെയ്യുക. ഡോറൊക്കെ പോളിഷ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ സ്മൂത്തായിട്ട് അനുഭവപ്പെടും. അതിൻ്റെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് പോളിഷിങ്. അതുപോലെ തന്നെ ബോൾ ബെയറിങ്
റോളർ ബെയറിംഗ്. ബോൾ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫാനിൻ്റെയൊക്കെ ഉള്ളിൽ, സീലിംഗ് ഫാനിൻ്റെയൊക്കെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം ബോൾ ബെയറിംഗ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ റോളർ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂവബിൾ ചെയറൊക്കെ ഉണ്ടാവും, കണ്ടിട്ടുണ്ടാവും, തറയിലൂടെയൊക്കെ നീക്കുന്ന ചെയർ, കമ്പ്യൂട്ടർ ചെയറൊക്കെ. അപ്പോൾ അവിടെയൊക്കെ റോളർ ബെയറിംഗ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചില മെത്തേഡുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം പറഞ്ഞ ലൂബ്രിക്കൻസ്, അത് ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതൊരു സയൻസ് ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാനുണ്ട്. ഫ്രിക്ഷൻ്റെ പാർട്ട്, അതായത് ഒരു സെക്കൻഡ് ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. അതാണ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു പോയിൻ്റ് കൂടി പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലെ പോയിൻറ്റിലേക്ക്, യൂസ് ഓഫ് വീൽ, അതായത് വാഹനങ്ങളിലൊക്കെ വീൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ലൂബ്രിക്കൻസിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണ്. സിസ്റ്റം, അതായത് ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഏതൊക്കെ ടൈപ്സ് ഓഫ് സിസ്റ്റംസ് ആണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, കൂടുതൽ സയൻസ് പാർട്ടാണത്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്റർ ഇന്നത്തോട് ഫിനിഷ് ആവുകയാണ്, ഫ്രിക്ഷൻ എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്റർ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു.